നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് കന്നി 1. കന്നി മാസവുമായി ബന്ധപ്പെട്ട് പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ശുഭകരവും എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ടതായ അഥവാ അപകട സാധ്യതകളുള്ള ഒരു മാസം തന്നെയാണ് ഇത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക, ഏതെല്ലാം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം, ചെയ്യേണ്ടതായ വഴിപാടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഏവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യപൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ ഈ മാസം അഥവാ കന്നിമാസം അനുകൂലമാണ് എന്ന് തന്നെയാണ് ജ്യോതിഷപരമായി പരാമർശിക്കുവാൻ സാധിക്കുക. കാരണം പ്രശ്നവശാൽ ഈ നക്ഷത്രക്കാർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഈ മാസം സംഭവിക്കാം. പ്രധാനമായും നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ പ്രവൃത്തികളിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. തടസ്സങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരുകയോ അധിക ചുമതലകൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കണക്ക് കൂട്ടിയതുപോലെ തന്നെ കാര്യങ്ങളെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. സ്വാധീന ശക്തി വളരെയധികം നിറയുന്നതായ സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ്. ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ പ്രവൃത്തികളിൽ വിജയങ്ങൾ കൂടി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഇഷ്ടദേവതയെ, കുടുംബദേവതയെ ഈ സമയം ആരാധിച്ച് മുന്നോട്ടു പോകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഭരണി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്നതായ സമയം തന്നെയാണ് ഇത്. ഗ്രഹാനുകൂല്യം വേണ്ടുവോളമുള്ള സന്ദർഭമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. ആസൂത്രണ മികവോടെ കാര്യങ്ങൾ ചെയ്യുവാനും പ്രവൃത്തികളിൽ വിജയങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പ്രശ്നവശാൽ സാമ്പത്തികപരമായ ഭദ്രത അല്പം കൈവരിക്കുവാൻ സാധിക്കുന്നു. അല്പം സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുവാൻ സാധ്യത അഥവാ പണം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ അമിതമായ ചിലവുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളാൽ ധനം നഷ്ടപ്പെട്ടു പോകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കലാകാരന്മാർക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. അംഗീകാരങ്ങൾ തേടിയെത്താം. കൂടാതെ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അത് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനോ തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട അനുകൂലമായ സമയങ്ങൾ, കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റ് യാത്രകൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെ പരാമർശിക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് കന്നിമാസം എന്ന് നിസ്സംശയം പറയാം. പ്രശ്നവശാൽ ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില ശീലങ്ങളാകാം, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമല്ലാത്ത കരാറുകളാകാം. കൂടാതെ കൈവിട്ടുപോയ ചില വസ്തുക്കൾ, ചില കാര്യങ്ങൾ തിരികെ ലഭിക്കുകയോ തിരിച്ചു പിടിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ഭഗീരഥ പ്രയത്നത്താൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച ആ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാനോ നേട്ടങ്ങൾ കൊയ്യുവാനോ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽപരമായും ധനപരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ബിസിനസ് പരമായ ഉയർച്ച വന്നു ചേരാം.
വിദ്യാർത്ഥികൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം ഇഷ്ടപ്പെട്ട കോഴ്സുകളിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ രീതിയിൽ തന്നെ വിദ്യ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ, അത് സാമ്പത്തിക സഹായമാണ് എങ്കിലും ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. വിട്ടുവീഴ്ച അനിവാര്യമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ തൊഴിൽപരമായോ മറ്റ് നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വളരെ കാലമായി നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിദേശത്തു നിന്നും നാട്ടിലേക്ക് വരുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനോ സാധിച്ചു എന്ന് വരാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. പുണർദം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറാവുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഉയർന്ന ലക്ഷ്യബോധം കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നതാണ്. പ്രശ്നവശാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. നിലപാടുകൾ അംഗീകരിക്കപ്പെടുന്നതാകുന്നു. കൂടാതെ ഈ സമയം ജോലിയിൽ മുന്നേറ്റം, ജോലി ലഭിക്കുക, വിദേശത്ത് ജോലി ലഭിക്കുക, വിദേശത്ത് പോകുവാനുള്ള അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ചില തടസ്സങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ്. പല വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ, പിന്തുണ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമായി തന്നെ പരാമർശിക്കാം. പല യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ, അംഗീകാരങ്ങൾ, പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. ദൈവിക കാര്യങ്ങളിൽ താല്പര്യം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ശരിയായ രീതിയിൽ ഈ സമയം ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. പൂയം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചൊവ്വ ഒഴികെയുള്ള മുഖ്യ ഗ്രഹങ്ങൾ അനുകൂലത്തിൽ തന്നെയാകുന്നു. ആദ്യത്തിന്റെ 3-ലെ സഞ്ചാരം സ്വശക്തി വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സഹായകരമായി തീരും. പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം. പ്രശ്നവശാൽ വ്യാപാരം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൈവായ്പകൾ പലതും കൊടുത്തു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ അനുമതികൾ നേടിയെടുക്കുവാൻ സാധിക്കുക, തൊഴിൽപരമായ നേട്ടങ്ങൾ, തൊഴിൽ ലഭിക്കുക, ആത്മാർത്ഥമായി ശ്രമിക്കുന്നതിലൂടെ ആഗ്രഹിക്കുന്നതായ തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബജീവിതത്തിലെ പല അസ്വാരസ്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് തന്നെ വരാം. കൂടാതെ ഈ സമയം ലാഭസ്ഥാനത്തിലെ വ്യാഴം സാമ്പത്തികപരമായ മെച്ചം കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. അതിനാൽ അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കാര്യവിജയങ്ങൾ സംഭവിക്കാം. ആത്മീയപരമായ ഉണർവ് നിങ്ങൾക്ക് വന്നു ചേരാം. ഗാർഹിക രംഗത്തിൽ സമാധാനം നിറയുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ അനുകൂലമായ സമയം തന്നെയാണ് ഇത്. ശരിയായ രീതിയിൽ ഈ സമയം ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടിരുന്നു എങ്കിൽ ആ തടസ്സങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുണ്ട്. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക, ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ലക്ഷ്യബോധത്തോടെ തന്നെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പ്രധാനമായും തൊഴിൽപരമായും ബിസിനസ് പരമായുള്ള കാര്യങ്ങൾ, വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ഈ സമയം ധനം കൈകളിലേക്ക് വന്നു ചേരുകയും എന്നാൽ ധനം പല വഴികളിലൂടെ ചെലവായി പോകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിക്ഷേപങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമാണ്.
ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം. ഈ സമയം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവത്തോടെ നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കുടുംബത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. കുടുംബത്തിലെ അംഗങ്ങൾക്ക് നിങ്ങളാൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. ഈ സമയം ഇഷ്ടദേവതയെ, കുടുംബദേവതയെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ടു പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പൂരം നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നക്ഷത്രനാഥനായ ശുക്രന് നീചസ്ഥിതിയിൽ നിന്നും മാറ്റം വരുന്നത് നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്നാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുക. കലാകാരന്മാർക്ക് അനുകൂലമാണ് സമയം. അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആലോചിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതിലൂടെ അബദ്ധങ്ങൾ പിണയാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരാവുന്ന സമയമാകുന്നു. തൊഴിൽപരമായ ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി ലഭിക്കുവാനോ ജോലി മാറുവാനോ ഉള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. വിദ്യയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിയാവുന്നതാണ്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. പൊതുവിൽ സമാധാനപരമായി തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയം. വന്നു ചേരുന്ന ക്ഷോഭങ്ങളെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പൊതുവിൽ ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ടു പോവുക. ചിത്തിര നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്നാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാണ്. നിശ്ചയിച്ച പ്രകാരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം. അത് മകളുടെയോ മകന്റെയോ വിവാഹ തീരുമാനങ്ങളുമാകാം. ഗാർഹികപരമായ ജീവിതത്തിൽ സമാധാനം കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ക്ലേശങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ഈ സമയം പല പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ, അതിനുള്ള പോംവഴികൾ നിങ്ങൾക്ക് തെളിയുന്നതുമാണ്. കൂടാതെ ഈ സമയം പലവിധ വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. അത് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. രമ്യതയിൽ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം കൂടുതൽ അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ആഗ്രഹിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ചില സംഘടനകളുമായി ബന്ധപ്പെട്ടോ വന്നു ചേർന്നു എന്ന് വരാം. അത്തരത്തിൽ ചില കാര്യങ്ങളും അനുകൂലമായി തീരാം. സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കേണ്ടതാകുന്നു. പ്രധാനമായും ഇഷ്ടദേവത കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വിശാഖം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ഏറ്റെടുക്കുന്നതായ പല ഉത്തരവാദിത്തങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിച്ച് ഭംഗിയായി തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആർജവത്തോടെ പല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. പ്രണയത്തിലെ പല തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നതുമാണ്. വിവാഹ കാര്യങ്ങളിൽ ശുഭകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. വരുമാനം അല്പം വർദ്ധിക്കുകയോ ധനം അല്പം കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാവുന്നതായ സമയം കൂടിയാണ് ഇത്. എന്നാൽ ചെലവുകൾ അല്പം വർദ്ധിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പ്രത്യേകമായി പുലർത്തേണ്ടതായിട്ടുണ്ട്.
ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. വിട്ടുവീഴ്ച മനോഭാവത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിലും വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി മാറുവാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. ഇത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. വന്നു ചേരുന്ന പ്രശ്നങ്ങളെ ഫലപ്രദമായി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ഈ സമയം ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അനിഴം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഗ്രഹാനുകൂല്യം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ മാനസിക ശക്തി, ഭൗതിക നേട്ടങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ പ്രതീക്ഷിക്കാതെ തന്നെ ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നിൽക്കുന്നവർക്ക് പോലും നിങ്ങൾ സൗഭാഗ്യങ്ങൾ തേടിയെത്താം. കൂടാതെ കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നേതൃത്വ പദവി ഏറ്റെടുക്കുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുക, ധനപരമായ ഉയർച്ച വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിൽ തേടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ചൊവ്വ അഷ്ടമത്തിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പൊതുവിൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തൃക്കേട്ട നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പ്രശ്നവശാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കന്നിമാസത്തിൽ പ്രധാനമായും ഈ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ടെൻഷൻ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുമോ പ്രതികൂലമാവുമോ തുടങ്ങിയ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ അനുകൂലമാക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൃത്യനിർവഹണത്തിൽ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ഈ സമയം പാരിതോഷികങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. യശസ് വർദ്ധിക്കാം. പലതരം നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ പല വ്യക്തികളുടെ സഹായം, പിന്തുണ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായോ ബിസിനസ് പരമായോ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിക്കാവുന്നതുമാണ്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എപ്രകാരം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ വിജയം കാണാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. കാര്യവിജയങ്ങൾ സംഭവിക്കാം. മനസ്സിന് സന്തോഷം പകരുന്നതായ ചില ശുഭവാർത്തകൾ, ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പൂരാടം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലം തന്നെയാണ് എന്ന് പരാമർശിക്കാം. പ്രശ്നവശാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. കർമ്മരംഗം വിപുലീകരിക്കുവാൻ സാധിക്കും. കഠിനമായ പ്രയത്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അത് നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ആഘോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരാം. കുടുംബജീവിതത്തിലെ ബന്ധങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ വിള്ളലുകൾ പരിഹരിക്കുവാൻ സാധിക്കും. സമാധാനത്തോടെ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പ്രണയികൾക്ക് അനുകൂലം തന്നെയാണ് സമയം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും ആഗ്രഹിച്ചതായ പല കാര്യങ്ങൾ സ്വന്തമാക്കുക,
അല്ലെങ്കിൽ അത്തരത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയോ അല്ലെങ്കിൽ അനുകൂലമായി ബന്ധം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പൊതുവിൽ ഈ സമയം അനുകൂലമാണ്. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുവാൻ മറക്കാതിരിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ഭഗവതി സേവയും ഗണപതി ഹോമവും ഭാഗ്യസുക്താർച്ചനയും നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാകുവാൻ സഹായകരമായി തീരും. തീർച്ചയായും ഈ വഴിപാട് നടത്തി മുന്നോട്ടു പോവുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ ഈ മാസം അനുകൂലമല്ലാത്ത നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് പൊതുവിൽ ധനപരമായ നഷ്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ പല വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചടികൾ നേരിടേണ്ടതായി വരാം. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ, മാനസികപരമായ വിഷമങ്ങൾ, ക്ലേശങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുവാൻ അല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം. കൂടാതെ ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് അല്പം പ്രശ്നങ്ങൾ, പ്രധാനമായും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളിൽ നിന്നും തിരിച്ചടി തൊഴിൽ മേഖലകളിൽ വന്നു ചേരാം. കൂടാതെ ഈ സമയം ബിസിനസ് പരമായി ലാഭം കുറയുകയോ ചില തിരിച്ചടികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട ശുഭകരമായ കാര്യങ്ങൾ അത് വഴിമാറി പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റു വ്യക്തികൾ അത്തരം ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാഹചര്യം കൂടുതൽ തന്നെയാകുന്നു. വിദേശത്തേക്ക് പോകുവാനായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അല്പം കാലതാമസം അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾ അല്പം നീണ്ടുപോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ ഈ മാസം അനുകൂലമല്ലാത്തതിനാൽ തന്നെ ചില കാര്യങ്ങൾ തടസ്സങ്ങളാൽ മുന്നോട്ട് നീങ്ങാത്തതായ അവസ്ഥയും വന്നു ചേരാം. പൊതുവിൽ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇവർ തീർച്ചയായും പരമശിവനെ ആരാധിക്കുക എന്ന കാര്യമാണ് പ്രഥമമായും ചെയ്യേണ്ടത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും പരമശിവന് ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക. അതോടൊപ്പം ദേവിക്ക് കടുംപായസം കൂടി നടത്തുന്നതും കൂടാതെ ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഭഗവാന് പ്രത്യേകിച്ചും കരിക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമായ വഴിപാട് തന്നെയാകുന്നു. കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭഗവാന് തുളസിമാല ചാർത്തുകയും ഭാഗ്യസൂക്താർച്ചന നടത്തുകയും ചെയ്യുക. കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. തിരുവോണം, അവിട്ടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ മാസം കാര്യങ്ങൾ പ്രതികൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ മാസം ഇവർ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.